എൻ്റെ മകൾ 5 വയസ്സിൽ മരണപ്പെട്ടു. മരണപ്പെടുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവളെ ഞാൻ അടിച്ചിരുന്നു. ഇപ്പോൾ സ്വപ്നത്തിൽ ഇടയ്ക്കിടയ്ക്ക് അവളുടെ കരച്ചിൽ കേൾക്കുന്നു ഉസ്താദേ. ഒരു സമാധാനവുമില്ല. എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞു തരുമോ? ഇത് ചോദിച്ചിരിക്കുന്നത് മനാഫാണ്, പെരുന്നാട്ടുകര നിന്നും. പ്രത്യേകിച്ച് ഇതിനുള്ള ഒന്നാമത്തെ വഴിയെന്ന് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ടെൻഷനുണ്ട്. എൻ്റെ മകളെ ഞാൻ അടിച്ചു, എൻ്റെ മകളെ, അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം. എൻ്റെ മരണപ്പെട്ട മുസ്താഖ് അഹമ്മദിനെയാണ് മക്കളിൽ ഞാൻ ഏറ്റവും കൂടുതൽ അടിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ അടിച്ചെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ആക്രമിക്കാമെന്നുള്ളതല്ല, നമ്മളൊരു മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി നിസ്കരിച്ചില്ലെങ്കിൽ ഒരു അടി, പഠിച്ചില്ലെങ്കിൽ അങ്ങനെ കൊടുക്കൂല. ഏറ്റവും കൂടുതൽ അടിച്ചിരിക്കുന്നത് ആ മകനെ. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ബാധ്യതയാണ് മക്കളെ പഠിപ്പിക്കുക, മക്കളെ നന്നാക്കുക, ഭക്ഷണം കഴിക്കണം മക്കൾ. അതിനുവേണ്ടി നമ്മൾ ചിലപ്പോൾ വിരട്ടും, ചിലപ്പോൾ കമ്പടും, അതൊക്കെ ചെയ്യും. സ്നേഹം ഉണ്ടാവും, അതിൻ്റെ കൂടെ ഉപ്പ ഉമ്മ എന്നുള്ള രീതിയിൽ ചില ശകാരങ്ങൾ, ചില വിരട്ടലുകൾ, ചില അടിയൊക്കെ ഉണ്ടാവും. എല്ലാം ഫുൾ സ്നേഹത്തിൽ വരുന്ന ഉമ്മയും ഉപ്പയും മക്കളും വളരെ അപൂർവമാണ്. ചിലപ്പോൾ ചില കുടുംബത്തിലൊക്കെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഫീല് നമ്മൾ ആദ്യം ഒഴിവാക്കണം. അതൊരു ഉമ്മ ഒരു ഉപ്പ എന്നുള്ള രീതിയിൽ ഒരു ബാധ്യത എന്ന രീതിയിൽ ചെയ്തതാണ്. പക്ഷേ അവർ പോയിരിക്കുന്നത് നമ്മുടെ ഈ അടിയും ഉപദ്രവവും ഉള്ള സങ്കടം ഓർത്തുകൊണ്ടിരിക്കുന്ന ലോകത്തേക്കല്ല. അവർ കുഞ്ഞു മക്കളാണ്. അവർ പോയിരിക്കുന്നത് മറ്റൊരു മനോഹരമായ സ്വർഗീയ ആരാമത്തിലേക്കാണ്. അല്ല നമ്മളിവിടെ അടിച്ച ഉമ്മ എന്നെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ സ്വർഗത്തിൽ പോയി കരഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയല്ല. നമ്മളാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മളത് മനസ്സിൽ നിന്ന് എടുത്തു മാറ്റുക. ഇനിയും മാറുന്നില്ല എങ്കിൽ നമ്മൾ ആ മക്കൾക്ക് വേണ്ടിയിട്ട് ധാരാളം ഖുർആൻ ഓതുക, ഒരുപാട് ഓതുക. എത്രയാണോ അവർക്ക് ഓതി അവരുടെ പേരിൽ ഹദിയ ചെയ്യുക, അവർക്ക് വലിയ സന്തോഷം ഉണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പോൾ കരഞ്ഞുകൊണ്ട് കാണുന്ന സ്വപ്നത്തെ ചിരിച്ചുകൊണ്ട് കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും. ആ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കട്ടെ. ആമീൻ, ആമീൻ.